സദ്ഗുരേ ശരണം. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി അത് പഠിക്കുക, ഇത് പഠിക്കുക, എന്ത് പഠിക്കണം എന്നറിയാതെ ടെൻഷൻ അടിക്കുക, അത് എങ്ങനെ ഒന്ന് സംസാരിച്ചു കിട്ടും, പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അത് നല്ല തറവായിട്ട് പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ പഠിക്കാൻ നിൽക്കാതെ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ കുറച്ച് എടുത്തിട്ട് അത് നിങ്ങൾക്ക് നല്ല തറോ ആയോ എന്ന് നിങ്ങൾ ആദ്യം നോക്കണം. എന്നിട്ട് അത് പറഞ്ഞു പഠിക്കണം. അല്ലാതെ നമ്മൾ ആയിരക്കണക്കിന് സെന്റൻസുകളോ ആയിരക്കണക്കിന് കാര്യങ്ങളും ഉണ്ടല്ലോ, ഇതൊക്കെ അതെങ്ങനെയോ ഇതെങ്ങനെയോ എന്ന് പറഞ്ഞ് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാഡ് ബീനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് ഹാഡ് ബീൻ നല്ല തറോ ആക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇനി ഹാഡ് ബീനെ കുറിച്ച് ഇനി ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി? അല്ലാതെ ഇതിങ്ങനെ വെറുതെ കണ്ട് കളയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ആ കൺഫ്യൂഷൻ മാറാത്തത്. മനസ്സിലായോ? അതുകൊണ്ട് ഉള്ളത് നേരെ പഠിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ട്രക്ചർ, അങ്ങനെ ഓരോ സ്ട്രക്ചറും നിങ്ങൾ ഓരോ ദിവസവും തറോ ആക്കി ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്ത് വീണ്ടും പറഞ്ഞു പഠിച്ച് അങ്ങനെയാണ് ഈ പ്രാക്ടീസിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹാഡ് ബീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട് ഉണ്ടാവില്ല ഇതിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ ഒരു കോൺവെർസേഷൻ, അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സംഭാഷണത്തിൽ ഉപയോഗിക്കുക, ഇതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ കാര്യം ഓക്കെ ആവും. പിന്നെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 സെന്റൻസ് ഞാൻ പറയും, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ്. So welcome to English Guru's brand new episode. I am Ashalada Srijit. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? I was here yesterday. ഇനി അവരെവിടെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ they were here yesterday. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ വാസും വേറും നമ്മൾ സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റി ഉപയോഗിക്കുന്നു. അപ്പൊ I was here yesterday, they were here yesterday. അത് ക്ലിയർ ആയല്ലോ. അപ്പൊ വാസും വേറും നന്നായിട്ട് ആദ്യമേ മനസ്സിലാക്കണം. ഇവിടെ ഉണ്ടായിരുന്നു, അതാണ് അർത്ഥം. അപ്പൊ അത് നോട്ട് ചെയ്യണം എവിടെയെങ്കിലും, ഉണ്ടായിരുന്നു. ഇനി നീ വരുന്നതിന് മുൻപ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ വരുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ വേറൊരാള് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അയാൾ വരുന്നതിന് മുൻപേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയാൻ പോകുന്നത്, അല്ലെ? അപ്പം ഐ വാസ് ഹിയർ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഈ വാസിന് പകരം നമ്മൾ ഈ ഹാഡ് ബീനെ ആനയിച്ച് കൊണ്ടുവരും. ഒരു മുറൈ വന്ന് പാർത്തായ നിയോഗിക്കുന്ന പോലെ ഹാഡ് ബീൻ ഇങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന് അവിടെ നിർത്തണം. അപ്പൊ ഐ ഹാഡ് ബീൻ ഹിയർ ബിഫോർ യു കെയിം എന്നാവും. അപ്പൊ എന്തുകൊണ്ട് അവിടെ വാസ് ഉപയോഗിച്ചില്ല എന്നാണ് സംശയിക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എന്താണ്? നീ വരുന്നതിന് മുൻപ് വേറൊരാള് വന്നു ഇന്നലെ, അപ്പൊ അതും ഒരു പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പൊ അയാൾ വരുന്നതിന് മുൻപേ വന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ആ ആളുടെ ലെവൽ പോരാ, എനിക്ക് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് പോകണം. അപ്പോൾ അതേ സ്റ്റാൻഡേർഡ് പോരാ, ഞാൻ നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് വാസ് പോരാ. എനിക്ക് അല്ലെങ്കിൽ വെറും എന്നെ കെയിം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് എന്ത് വേണം? ഐ ഹാഡ് ബീൻ ഹിയർ എന്ന് തന്നെ പറയണം. സോ ഐ ഹാഡ് ബീൻ ഹിയർ ബിഫോർ യു കെയിം. ഇപ്പൊ ഇതിന്റെ ഗുഡ് ടെൻസ് മനസ്സിലായില്ലേ? അതായത് 2 ആൾക്കാർ ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോൾ രണ്ടാമത് വന്ന ആളെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? കെയിം എന്നും. ആദ്യം വന്ന ആളിനെ കുറിച്ച്, അയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വാസ് അല്ല ഹാഡ് ബീനും ഉപയോഗിക്കും. ഇത് ഏത് സബ്ജക്റ്റിന്റെയും കൂടെ ചേർന്ന് പോകുന്ന ഒരു നല്ല മനുഷ്യനാണ് ഈ ഹാഡ് ബീൻ. ആരായാലും കുഴപ്പമില്ല, നമുക്ക് ഹാഡ് ബീൻ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളും. ഇനി നീ വന്നപ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടതെന്ന് വെച്ചോ. അപ്പൊ എന്ത് പറയും? അവിടെ ഒരു നോട്ടും കൂടെ ചേർക്കും, അല്ലെ? നെഗറ്റീവ് അങ്ങ് ആക്കുക. അപ്പൊ ഷീ ഹാഡിൻ ബീൻ ഹിയർ വെൻ യു കെയിം. നീ വന്നപ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഷീ ഹാഡിൻ ബീൻ ഹിയർ വെൻ യു കെയിം. അവസാനം ട്രെയിൻ എത്തുന്നതിന് മുൻപ് നീ ഒരുപാട് നേരം നീ ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നോ? നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അല്ലെ? അത് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ വേർ യു വെയിറ്റിംഗ് എന്നല്ല, had you been waiting here for long before the train finally arrived? അവിടെ എന്തുകൊണ്ടാണ് ട്രെയിൻ arrived? ട്രെയിൻ വന്നു, വളരെ വൈകി വന്ന ട്രെയിൻ ആണ് കേട്ടോ. അപ്പൊ ട്രെയിനും വന്നു കഴിഞ്ഞിരുന്നു,
അതിനു മുമ്പ് ഈ ട്രെയിനിന് വേണ്ടി നിങ്ങൾ കുറേ നേരം കാത്തു നിന്നോന്നാ ചോദിക്കുന്നത്. അപ്പോൾ ആ ട്രെയിൻ വന്നു എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ടെൻസ് ആണല്ലോ. അറൈവ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പേ വെയിറ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? അപ്പൊ ഹാഡ് യു ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ലോങ് ബിഫോർ ദ ട്രെയിൻ ഫൈനലി അറൈവ്ഡ്. അപ്പൊ ഈ സെന്റൻസുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു പഠിക്കുക. എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇതിങ്ങനെ കേട്ടിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞ് മിണ്ടാതെ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഇങ്ങനെ പാടുപെടുന്നത്. പറഞ്ഞു പഠിക്കണം. ഇനി നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഫിലിം സ്റ്റാർ ആവുന്നതിന് മുമ്പ് ആരായിരുന്നു? കണ്ടക്ടർ ആയിരുന്നു അല്ലെ? ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹാഡ് ഹി ബീൻ, വാസ് ഹി എ കണ്ടക്ടർ എന്നാണോ ചോദിക്കുന്നത്? കണ്ടക്ടർ ആയിരുന്നോ എന്നാണോ? ഫിലിം സ്റ്റാർ ആകുന്നതിന് മുൻപ്, ഇപ്പൊ ഫിലിം സ്റ്റാർ ആയി കഴിഞ്ഞു, ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞു. അപ്പൊ അതും പാസ്റ്റ് ടെൻസിൽ നടന്നു കഴിഞ്ഞ കാര്യമാണ്. അതിന് മുൻപത്തെ കാര്യം ചോദിക്കണേ. അപ്പൊ അവിടെ നമുക്ക് വാസ് ഹി എ കണ്ടക്ടർ അല്ല, ഈ വാസിന്റെ V3 ആണ് ബീൻ. അപ്പൊ ഹാഡ് ഹി ബീൻ എ കണ്ടക്ടർ ബിഫോർ ഹി ബിക്കെയിം a superstar. Had he been a conductor before he became a superstar. അവൾ എഞ്ചിനീയർ ആവുന്നതിന് മുൻപ് അവള് ക്ലർക്ക് ആയിരുന്നു. അപ്പൊ എങ്ങനെ പറയും? She had been a clerk before she became an engineer. അപ്പൊ ഇവിടെ she was a clerk എന്നല്ല, she had been a clerk before she became an engineer. അപ്പൊ എഞ്ചിനീയർ ആകുന്നതിന് മുൻപത്തെ കാര്യം ആയതുകൊണ്ട് അവിടെ had been. നീ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ റെഡി ആയിരുന്നു. നമ്മൾ ചിലപ്പോൾ പറയല്ലേ, നമ്മുടെ സിസ്റ്റേഴ്സിനോടോ ബ്രദേഴ്സിനോടോ ഒക്കെ നമുക്ക് പറയാം, ഒരാൾ പറയുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴേ റെഡിയാണ്, നീ ആവശ്യപ്പെടുന്നതിന് മുമ്പേ ഞാൻ റെഡിയാണ്. ഐ ഹാഡ് ബീൻ റെഡി ബിഫോർ യു ആസ്ക്ഡ് മീ. ഐ ഹാഡ് ബീൻ റെഡി, ഐ വാസ് റെഡി അല്ല, ഐ ഹാഡ് ബീൻ റെഡി ബിഫോർ യു ആസ്ക്ഡ് മീ. അവിടെ ആ ബിഫോർ യു ആസ്ക്ഡ് മീ എന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഐ ഹാഡ് ബീൻ റെഡി വന്നത്. അല്ലായിരുന്നെങ്കിൽ സിംപ്ലി ഐ വാസ് റെഡി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ 5 മണിക്ക് റെഡി ആയിരുന്നു, ഐ വാസ് റെഡി അറ്റ് 5. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ ഇവിടെ 2 കാര്യങ്ങൾ വരുമ്പോൾ മൂത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് ഐ ഹാഡ് ബീൻ റെഡി. ഇനി നീ ബിസി അല്ലായിരുന്നെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഇതൊരു ഇഫ് ക്ലോസ് ആണ്, കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇംഗ്ലീഷിലെ കുറച്ച് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിലെ സെന്റൻസ് ആണ് കേട്ടോ. ഇഫ് യു ഹാഡൻ ബീൻ ബിസി യു കുഡ് ഹാവ് ഡൺ ഇറ്റ്. നീ ബിസി അല്ലായിരുന്നെങ്കിൽ എന്തായാലും നിനക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇഫ് യു ഹാഡൻ ബീൻ ബിസി യു കുഡ് ഹാവ് ഡൺ ഇറ്റ്. ഒരാളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു, അപ്പൊ പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. പേഴ്സ് നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആളോട് ഒരാൾ പറയാണ്, ഇഫ് യു ഹാഡ് ബീൻ മോർ കെയർഫുൾ യു വുഡന്റ് ഹാവ് ലോസ്റ്റ് യുവർ വാലറ്റ്. കുറച്ചുകൂടെ നീ ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ വാലറ്റ് നിനക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇത് പൊതുവെ നമ്മൾ അച്ഛനമാരെല്ലാം ഗുണദോഷിക്കും അല്ലെ. അവർ പറയും കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ പോരായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആളാണ്. ഇതും കൂടെ കേട്ടേ പറ്റൂ. ഇഫ് യു ഹാഡ് ബീൻ മോർ കെയർഫുൾ യു വുഡന്റ് ഹാവ് ലോസ്റ്റ് യുവർ വാലറ്റ്. നിനക്കത് നഷ്ടപ്പെടില്ലായിരുന്നു. നീ മാനേജർ ആവുന്നതിന് മുമ്പ് നീ എത്ര നാൾ ക്ലർക്ക് ആയിട്ട് ജോലി ചെയ്തിരുന്നു? നീ മാനേജർ ആകുന്നതിന് മുൻപ് നീ എത്ര നാൾ ക്ലർക്ക് ആയിട്ട് ജോലി ചെയ്തിരുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ എ ക്ലർക്ക് ബിഫോർ യു ബിക്കെയിം എ മാനേജർ? ഹൗ ലോങ് ഹാഡ് യു ബീൻ എ ക്ലർക്ക് ബിഫോർ യു ബിക്കെയിം എ മാനേജർ? ഇനി 2 കോൺവെർസേഷൻ, അതായത് ഈ ഹാഡ് ബീൻ ഉപയോഗിച്ച് 2 റിയൽ ലൈഫില് ഈ കോൺവെർസേഷനും കൂടെ നിങ്ങൾ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ ഉറപ്പ് പറയാം, ഇനി ആരും ഹാഡ് ബീൻ വിചാരിച്ചാൽ പോലും ഹാഡ് ബീന് നിങ്ങളുടെ തലേന്ന് പുറത്തിടക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടി. പക്ഷെ ഇത് പഠിക്കണം. പഠിക്കാതെ എത്രയൊക്കെ കേട്ടിട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയരുത്. അപ്പൊ കോൺവെർസേഷൻ ട്രാവലിനെ കുറിച്ചുള്ള ഒരു കോൺവെർസേഷൻ ആണ്. നമ്മുടെ ക്യാരക്ടർ എ ചോദിക്കുകയാണ്, ആ ട്രിപ്പ് ഭയങ്കര ടയറിങ് ആയിരുന്നോ? ഭയങ്കര ക്ഷീണിപ്പിക്കുന്നതായിരുന്നോ? വാസ് ദ ട്രിപ്പ് ടയറിങ്? സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മതി. ട്രിപ്പ് വളരെ ടയറിങ് ആയിരുന്നോ? ക്ഷീണിപ്പിക്കുന്നതായിരുന്നോ? വാസ് ദ ട്രിപ്പ് ടയറിങ്? ദാ വരുന്നു നമ്മുടെ ഹാഡ് ബീൻ ഉത്തരവുമായിട്ട്. യെസ്, ഐ ഹാഡ് ബീൻ ഡ്രൈവിംഗ് ഫോർ 6 hours straight before we finally reached. കണ്ടോ? ഐ ഹാഡ് ബീൻ ഡ്രൈവിംഗ് ഫോർ 6 hours straight. 6 മണിക്കൂർ തുടരെ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു ഞങ്ങൾ എത്തുന്നതിന് മുൻപ്. അപ്പൊ അതാണ് ആ ക്ഷീണത്തിന്റെ കാരണം. മനസ്സിലായി? ഐ വാസ് ഡ്രൈവിംഗ് എന്നല്ല, നമ്മൾ എത്തിക്കഴിഞ്ഞു അവിടെ ഓൾറെഡി. ആ എത്തിക്കഴിഞ്ഞതിന് മുമ്പ് ഇങ്ങനെ ഓടിക്കുകയായിരുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് അവിടെ ഐ വാസ് ഡ്രൈവിങ്ങിന് പകരം ഐ ഹാഡ് ബീൻ ഡ്രൈവിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാഡ് ബീൻ ഡ്രൈവിംഗ് ഫോർ 6 hours straight before
we finally reached. അപ്പോൾ wow, no wonder you look so exhausted. അപ്പൊ പിന്നെ അത്ഭുതമൊന്നുമില്ല, നിങ്ങളെ കണ്ട ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നത്, നിങ്ങൾ ഭയങ്കര ക്ഷീണിച്ചാണ് ഇരുന്നത്. അതിലിപ്പോ വണ്ടർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ക്യാരക്ടർ ബി വീണ്ടും പറയാണ്, I hadn't been stopping for breaks that made it worse. ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുക്കുന്നുമില്ലായിരുന്നു, അതാണ് കാര്യങ്ങൾ വീണ്ടും വഷളാക്കിയത്. I hadn't been stopping for breaks. ബ്രേക്സിന് വേണ്ടി ഞങ്ങൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. That made it worse. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഒരു കോൺവെർസേഷൻ കൂടെ ഉണ്ട്, അത് ഹെൽത്തിനെ കുറിച്ചാണ്. ഇവിടെ ഹാഡ് ബീൻ വരുന്ന സെന്റൻസ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടണം. പറയണേ, യു സെയിം മച്ച് ബെറ്റർ ടുഡേ. ഇന്ന് നിന്നെ കണ്ടാൽ നല്ല ഭേദമായിരിക്കുന്നു, നല്ല ബെറ്റർ ആയിരിക്കുന്നു, കുറച്ചുകൂടെയൊക്കെ ഉന്മേഷമുണ്ട്. യു സീം മച്ച് ബെറ്റർ ടുഡേ. കുറെ ദിവസമായിട്ട് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, എന്തായാലും ഇപ്പോ ഞാൻ സുഖമായിരിക്കുന്നു. അപ്പോ എങ്ങനെ പറയും? അപ്പോ പറഞ്ഞു, ഗുഡ് ടു ഹിയർ ദാറ്റ്. അത് കേട്ടതിൽ സന്തോഷം, കാരണം ഇപ്പൊ സുഖമായി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ബി പറയണേ, ഞാൻ നന്നായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് എനിക്ക് സുഖമില്ലാതായത്. ഞാൻ നന്നായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, അതാണ് എനിക്ക് സുഖമില്ലാതായത്. അപ്പൊ ഇത് നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ സെന്റൻസ് രണ്ടും എഴുതി ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെയും ഇംഗ്ലീഷ് ഗ്രാമറിന്റെയും ഒക്കെ കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. പിന്നെ സയൻസ് ട്യൂഷൻ ഉണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് ലിറ്റററി ഇവന്റ്സിന് കുട്ടികൾക്ക് കോച്ചിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലിറ്റററി ഇവന്റ്സ് കോച്ചിങ് സെന്റർ, ഇതിലെ എല്ലാ കോഴ്സുകളുടെയും വിവരങ്ങൾ ഞാൻ ഈ പോസ്റ്ററുകളിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാളോട് ഒറ്റയ്ക്ക് നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും അതിനുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളുണ്ട്. അപ്പൊ ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്യാൻ മറക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. So see you in the next video. Until then, you take care. Sadguru Esharma.